4 വോട്ടിനു വേണ്ടി ആദർശവും നിലപാടും ബലികഴിക്കുന്നവരല്ല ഞങ്ങൾ എന്ന സഖാക്കളുടെ ഭയങ്കരമായ വീരവാദം പല തവണ കേട്ടിട്ടുള്ളവരായിരിക്കും നിങ്ങളെല്ലാവരും. എന്നാൽ 4 വേണ്ട, അര വോട്ട് കിട്ടുമെന്നുറപ്പായാൽ എന്ത് ആദർശവും നിലപാടും ഒക്കെ ചുരുട്ടി കക്ഷത്തിൽ വെച്ച് വോട്ടിന് പിന്നാലെ പോയി വോട്ട് തരുന്നവരെ വെളുപ്പിച്ചെടുക്കുന്ന ചരിത്രമാണ് സത്യമെന്നതും അനുഭവങ്ങളിലൂടെ നമ്മൾ എത്ര കണ്ടിരിക്കുന്നു. ഇപ്പോൾ UDF പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ വർഗീയവാദികളായി ജമാഅത്തെ ഇസ്ലാമി പണ്ട് നമുക്ക് വോട്ട് ചെയ്തിരുന്നപ്പോൾ എത്ര പത്തരമാറ്റു മതേതരവാദികളായിരുന്നു അല്ലേ സഖാക്കളെ? പറഞ്ഞു വരുന്നത്, 4 വോട്ടിന് വേണ്ടി എന്ത് തറ പരിപാടിയും നടത്താൻ യാതൊരു ഉളുപ്പുമില്ലാത്തവരാണ് കേരളത്തിലെ സഖാക്കന്മാർ. തലകുത്തി മറിഞ്ഞിട്ടും കിട്ടില്ല എന്ന് ഉറപ്പായാലാണ് കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന തത്വത്തിൽ 4 വോട്ടിനു വേണ്ടി നിലപാടിൽ വെള്ളം ചേർക്കാൻ നമ്മളില്ലേ എന്ന് നെഞ്ചു വിരിച്ചു പറഞ്ഞ് മറയത്ത് പോയി ആരും കാണാതെ നെഞ്ചത്തലച്ച് കരയുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പിലേക്ക് പിണറായി സർക്കാരിന്റെ 3ാം തുടർച്ചയിലേക്ക് സർക്കാർ സംവിധാനങ്ങൾ പരമാവധി ദുരുപയോഗം ചെയ്ത് ആളുകളിലേക്ക് നുണക്കഥകൾ വിതരണം ചെയ്തത് ശരിക്കങ്ങോട്ട് ഏറ്റില്ല എന്ന് ഇപ്പോൾ പാർട്ടിയും സർക്കാരും തിരിച്ചറിഞ്ഞു എന്നാണ് തോന്നുന്നത്. സർക്കാരിന്റെ പബ്ലിക് റിലേഷൻസ് വകുപ്പ് പരസ്യങ്ങൾ ഒന്നും ഏശാതെ വന്നപ്പോൾ, പാർട്ടിയുടെ ഗൃഹസന്ദർശനത്തിൽ നാട്ടുകാരിൽ നിന്ന് ആട്ടുകിട്ടി തുടങ്ങിയപ്പോൾ, സർക്കാർ ചെലവിൽ സർവേ എന്നും പറഞ്ഞ് കൂലി കൊടുത്ത് കുട്ടി സഖാക്കളെ ഗൃഹസന്ദർശനത്തിന്റെ 2ാം പതിപ്പിന് അയക്കാനുള്ള ശ്രമം കോടതി ചെവിയിൽ പിടിച്ച് നിർത്തിച്ചപ്പോൾ അവസാനം പുതിയ തന്ത്രവുമായി എത്തിയിരിക്കുകയാണ് LDFന്റെ സ്വന്തം കിണർഗോലുവും ടീമും. അതാണ് ഇരുണ്ടകാലം.com. ഇല്ലാത്ത വികസന കഥ എത്ര പൈസ ചെലവാക്കി പൊട്ടിയടിച്ച് അവതരിപ്പിച്ചാലും പൊള്ളത്തരം ജനങ്ങൾ തിരിച്ചറിയുമെന്നത് മനസ്സിലാക്കി. എന്നാൽ പിന്നെ നമ്മുടെ ഇല്ലാത്ത വികസനം പറഞ്ഞ് ഉള്ള വോട്ട് കൂടി കളയണ്ട എന്ന് കരുതി 10 കൊല്ലം മുൻപ് പടിയിറങ്ങിയ UDF സർക്കാരിനെയും അന്നത്തെ മന്ത്രിമാരെയും തേജോവധം ചെയ്തും അധിക്ഷേപിച്ചും ജനങ്ങൾക്കിടയിൽ UDFനെ കുറിച്ചൊരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി ആശയക്കുഴപ്പമുണ്ടാക്കാം എന്ന കുതന്ത്രത്തിന്റെ ഔട്ട്പുട്ടാണ് ഈ ഇരുണ്ടകാലം. എന്നാൽ അതും ചീറ്റിപ്പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാനാകുന്നത്. ഈ ഇരുണ്ടകാലം എന്ന പേരിൽ അധിക്ഷേപിച്ച് തിരിച്ചു വരല്ലേ എന്ന് വിലപിക്കുന്നതായി വെബ്സൈറ്റിൽ കാണിച്ചിരിക്കുന്ന ചില സംഭവങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പായി ഒരു കാര്യം കൂടി പറയാതെ വയ്യ. അന്തരിച്ച ആര്യാടൻ മുഹമ്മദിന്റെയും ഇബ്രാഹിം കുഞ്ഞിന്റെയും ചിത്രങ്ങൾ വെച്ച് മകനെ തിരിച്ചു വരല്ലേ എന്ന അധിക്ഷേപം ഇവർ നടത്തിയിരുന്നു. എന്നാൽ വിവാദമായതോടെ അവരുടെ ചിത്രങ്ങൾ മാറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ തനി കൂതറ പരിപാടി പ്ലാൻ ചെയ്തതോടെ ആവണം CPM സൈബർ ടീമിൽ നിന്നും ചിലർ പിന്മാറിയതെന്ന രീതിയിലുള്ള വാർത്തകൾ ഇപ്പോൾ വന്നത്. എത്രയായാലും മനുഷ്യരല്ലേ, ഇങ്ങനെ പച്ച നുണയും അധിക്ഷേപവും എല്ലാം എല്ലാവർക്കും സഹിക്കാനാവണമെന്നില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരു 10 പോയിന്റാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് കരുതി 10 എണ്ണമേ ഉള്ളൂ എന്ന് കരുതരുത്. നുണകളുടെ കൂമ്പാരത്തിൽ നിന്നും ഒരു 10 എണ്ണം എടുത്തു എന്ന് മാത്രം. നമ്മുടെ സമയത്തിനും വിലയുണ്ടല്ലോ. 1. അന്നത്തെ ദേവസ്വം മന്ത്രി VS ശിവകുമാറിന്റെ ചിത്രം വെച്ച് മകനെ തിരിച്ചു വരല്ലേ എന്നും പറഞ്ഞ് അവതരിപ്പിക്കുന്ന അഴിമതിയാണ് ശബരിമല പാത്രം അഴിമതി. എങ്ങനുണ്ട് സഖാക്കളുടെ തൊലിക്കട്ടി? ശബരിമലയിലെ സകല സ്വർണവും അടിച്ചു മാറ്റി അയ്യന്റെ വിഗ്രഹം വരെ കച്ചവടമാക്കാൻ ശ്രമിച്ച് അഴിക്കുള്ളിൽ കയറിയ സഖാക്കളാണ്. പാത്രം വാങ്ങിയതിൽ അഴിമതി കാട്ടിയവരാണ് UDFകാർ. അതുകൊണ്ട് അവർ ഇനി വരല്ലേ എന്ന് കരയുന്നത്. ശരിയാണ്, അവർ വന്നാൽ നമ്മൾക്ക് എങ്ങനെ സ്വർണപ്പാളികളും കൊടിമരവും വിഗ്രഹവും അടിച്ചു മാറ്റാനാകും? ആഗോള അയ്യപ്പ സംഗമം നടത്തി നടക്കാത്ത പരിപാടിയുടെയും കഴിക്കാത്ത ഭക്ഷണത്തിന്റെയും കണക്കു പറഞ്ഞ് പൈസ അടിച്ചു മാറ്റാനാവും ഇനിയുള്ള ലക്ഷ്യം. ഇനി അടുത്തത് നോക്കാം. 2ാമത്തേത്, ഗെയിൽ പദ്ധതിക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ട UDF കാലം തിരിച്ചു വരല്ലേ എന്നാണ് സഖാക്കളുടെ അടുത്ത കരച്ചിൽ. നമുക്ക് 2 ചിത്രങ്ങൾ നോക്കാം. ഗെയിൽ പദ്ധതിയുമായി അന്നത്തെ സർക്കാർ മുന്നോട്ടു പോകാൻ ശ്രമിച്ചപ്പോൾ നാട്ടുകാരെ പറഞ്ഞു പറ്റിച്ച് സമരത്തിനിറക്കി പദ്ധതി നടപ്പാക്കുന്നതിന് തടസ്സം നിന്നത് ആരാണ് എന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാകും. അന്ന് പദ്ധതി നടപ്പിലാക്കുന്നതിനെതിരെ സമരം നയിച്ചതിൽ പ്രധാനി ഇന്നത്തെ വ്യവസായ മന്ത്രിയും വികസന വാഗ്ദാനങ്ങൾ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന നവമാർക്സിയനുമായ P രാജീവാണ്. ഇരുണ്ടകാലത്തിന്റെ യഥാർത്ഥ കാരണക്കാർ അപ്പോൾ അന്ന് വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിച്ച UDF സർക്കാരാണോ? അതിന് തടസ്സം നിന്ന LDF നേതാക്കളാണോ? ഇനി അടുത്ത് 3ാമത്തേത് നോക്കാം. കുഞ്ഞാലിക്കുട്ടിയുടെ പടം കൊടുത്ത് മകനെ തിരിച്ചു വരല്ലേ എന്ന് കരയുന്നത് ലീഗിന് 5ാം മന്ത്രിസ്ഥാനം എന്ന കാരണം പറഞ്ഞാണ്. ലീഗിന് 5 മന്ത്രിസ്ഥാനം ലഭിക്കുന്നത് കൊണ്ട് CPMന് എന്തിനാണ് കിടക്കപ്രതി ഇല്ലാതാവുന്നത്?
ലീഗിന്റെ പകുതി സീറ്റുള്ള CPIക്ക് ഇപ്പോൾ 4 മന്ത്രിസ്ഥാനം ഇല്ലേ? മാത്രമല്ല കേരള നിയമസഭയുടെ അംഗങ്ങളുടെ എണ്ണം വെച്ച് പരമാവധി 21 മന്ത്രിമാർക്കാണ് സാധ്യത. ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ പരമാവധി 21 ആളെയും കുത്തി നിറച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് പച്ചയായ വർഗീയതയാണ് CPM പറയാതെ പറയുന്നത്. കേരളത്തിൽ മുസ്ലിം വിഭാഗമാണ് UDF വന്നാൽ ഭരണം നിയന്ത്രിക്കുക എന്ന് പറഞ്ഞ AK ബാലന്റെ പ്രസ്താവനയുടെ ആർട്ടിക്കുലേറ്റഡ് രൂപമാണ് കിണർഗോലുവും ടീമും എടുത്തു വീശാൻ ശ്രമിക്കുന്നത്. ഇതുവഴി ഹിന്ദു ഭൂരിപക്ഷ വോട്ടുകൾ പരമാവധി UDF എതിരാക്കി സ്വന്തം പോക്കറ്റിലാക്കുക എന്നതാണ് ലക്ഷ്യം. അതാണ് വെള്ളാപ്പള്ളിയെയും സുകുമാരൻ നായരെയും എത്ര വില കൊടുത്തും സഹിച്ചും കൂടെ നിർത്താൻ ശ്രമിക്കുന്നതിന്റെ പ്രധാന കാര്യവും. അടുത്തതായി 4-മത്തേത്, കെ ബാബുവിന്റെ ചിത്രം വെച്ച് മകനെ തിരിച്ചു വരല്ലേ എന്ന് പറഞ്ഞ് കരയുന്നത് ബാർക്കോഴയെ ഓർമ്മിപ്പിച്ചാണ്. എന്തായാലും ഓർമ്മിപ്പിച്ച നിലയ്ക്ക് ശരിയായി ഓർക്കണമല്ലോ. ബാർക്കോഴ എന്നത് കെ ബാബുവിനെതിരെയുള്ള ആരോപണമായിരുന്നു. അന്ന് ബാർക്കോഴ പേരും പറഞ്ഞ് ബജറ്റ് അവതരിപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ശിവൻകുട്ടി അപ്പൂപ്പൻ സ്പീക്കറുടെ കസേരയിൽ കയറി താണ്ഡവമാടിയത് ബാബുവിനെ സഭയിൽ വരുത്താതിരിക്കാനായിരുന്നു. സഖാക്കളെ, നിങ്ങൾക്ക് അല്പബുദ്ധിയാണെന്ന് കരുതി മലയാളികളെ മൊത്തം അങ്ങനെ കരുതരുത്. അന്ന് ബാർക്കോഴ എന്നത് KM മാണിയാണ് പ്രതിക്കൂട്ടിലാക്കിയത്. ബാർക്കോഴയെ തുടർന്ന് രാജിവെച്ചതും KM മാണിയാണ്. മാണിയുടെ വീട്ടിലെ നോട്ടെണ്ണൽ യന്ത്രവും എന്റെ വക 500 ക്യാമ്പയിനും ഒക്കെ മറന്നു പോയോ? അല്ല, മറന്നുപോയേ പറ്റൂ. കാരണം ആ പാർട്ടി ഇപ്പോൾ നിങ്ങളുടെ സഖ്യകക്ഷിയാണ്. ആ കോഴ മാണിയെ എന്ന് നിങ്ങൾ വിളിച്ച നേതാവിന്റെ മകനാണ് നിങ്ങളുടെ മധ്യമേഖല ജാഥ നയിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അംനേഷ്യ അഭിനയിച്ചോളൂ. പക്ഷേ ഇങ്ങനെ കരയുമ്പോൾ നാട്ടുകാർ ചിരിക്കുന്നുവെങ്കിലും ഒന്ന് മനസ്സിലാക്കാം. തീർന്നില്ല. അടുത്ത 5-മത്തത്, MK മുനീറിന്റെ ചിത്രം വെച്ച് മകനെ തിരിച്ചു വരല്ലേ എന്ന് വിലപിക്കുന്നത് സർക്കാർ ചെലവിൽ 32 വിദേശ യാത്ര നടത്തി എന്ന് പറഞ്ഞാണ്. നമ്മുടെ മുഖ്യനും പത്നിയും മരുമകൻ മന്ത്രിയും പത്നിയും പരിവാരവും യൂറോപ്പും അമേരിക്കയും ഇന്തോനേഷ്യയും ഒക്കെ കറങ്ങിയത് പിന്നെ സ്വന്തം ചെലവിലായിരിക്കും അല്ലേ? ഇങ്ങനെ വെടിവെക്കുമ്പോൾ അത് സ്വന്തം പൃഷ്ഠത്തിൽ കൃത്യമായി തന്നെ കൊള്ളിക്കാനുള്ള കഴിവ് നിങ്ങൾക്കല്ലാതെ മറ്റാർക്കുമില്ല സഖാക്കളെ. അതിൽ നിങ്ങൾക്ക് അഭിമാനിക്കുകയും ചെയ്യാം. ഓരോ പേരും പറഞ്ഞ് ഇത്തവണത്തെ മന്ത്രിസഭയിലെ ഓരോ മന്ത്രിയും പോയ കണക്കെടുത്താൽ മുനീറിന്റെ 32 ഒരു കണക്കേ അല്ല. അപ്പോൾ നിങ്ങൾ അങ്ങ് മാറി നിന്ന് കരച്ചിൽ തുടർന്നോളൂ. മലയാളികൾക്ക് കാര്യമൊക്കെ പിടികിട്ടിയിട്ടുണ്ട്. ഇനിയും UDF വന്നാൽ നിങ്ങൾക്ക് ഇതുപോലെ ടൂർ അടിക്കാനാവില്ലല്ലോ. ശരിക്കും കരഞ്ഞോളൂ, വേറെ വഴിയൊന്നുമില്ല. ഇനി 6-മത്തേത്, തിരിച്ചു വരില്ലേ എന്ന പേരിൽ നാടിന് നാണക്കേടായ സോളാർ കാലം എന്നാണ് അടുത്ത മോഹൻ. 10 വർഷം ഭരിച്ചിട്ടും ആ തട്ടിപ്പ് കേസിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാക്കൾക്കെതിരെ എന്തെങ്കിലും നടപടികൾ എടുക്കാൻ കഴിഞ്ഞോ? അന്ന് ഈ പേരും പറഞ്ഞ് തലസ്ഥാനം മുഴുവൻ അപ്പിയിട്ട് നാറ്റിച്ച ആ സെക്രട്ടേറിയറ്റ് സമര ആഭാസം എന്തായാലും മലയാളികൾ മറന്നിട്ടില്ല. ഇനി അത് കഴിഞ്ഞു വന്ന LDF സർക്കാരിന്റെ തലവനായ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അകത്തുപോയ ഒരു കേസുണ്ടായിരുന്നല്ലോ. മക്കളെ, എന്തുവാ അത്? ഇപ്പോൾ മനസ്സിലായല്ലോ. സംഭവം വെടി വീണ്ടും സ്വന്തം നെഞ്ചത്തേക്ക് തന്നെയാണ് കിണർകോല് പൊട്ടിക്കുന്നത്. സ്വർണക്കൊള്ളയും മാസപ്പടിയും ഭാര്യയുടെ വിരമിക്കൽ തുക കൊണ്ട് മകൾ തുടങ്ങിയ സംരംഭവും എല്ലാം മലയാളികൾ കൃത്യമായി തന്നെ ഓർക്കുന്നുണ്ട്. അടുത്തിനി 7-മത്തേത്, ചാകര പോലെ 612 പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറഞ്ഞാണ് വെറൈറ്റി കരച്ച്. സംഭവം എന്താണ്? മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പോഴത്തെ മന്ത്രിസഭയിലെ ഓരോരുത്തർക്കും ഇതേ എണ്ണം സ്റ്റാഫ് ഉണ്ട്. എന്നാൽ LDF വേറെ ഒരു അതിബുദ്ധി കൂടി കാട്ടിയിട്ടുണ്ട്. അതായത് 2.5 കൊല്ലം ഇരുന്നാൽ പെൻഷൻ കിട്ടുമെന്നതിനാൽ കൃത്യം 2.5 കൊല്ലം ആവുമ്പോൾ ഒരു ബാച്ച് പിരിച്ചുവിട്ട് അടുത്ത ബാച്ച് ആൾക്കാരെ കയറ്റി എല്ലാ സഖാക്കൾക്കും സർക്കാർ വക പെൻഷനുള്ള കുതന്ത്രം കൂടി അവർ നടപ്പാക്കി. എന്നിട്ടാണ് പേഴ്സണൽ സ്റ്റാഫിന്റെ പേര് പറഞ്ഞ് UDFനെ ഇവർ വിമർശിക്കുന്നത്. അധികം പുറകോട്ട് പോയാൽ സ്വന്തം മകളെ കുക്കായി ഗസറ്റഡ് റാങ്കിൽ നിയമിക്കുകയും പെൻഷൻ വാങ്ങിച്ചു നൽകുകയും ചെയ്ത LDF മന്ത്രിയുടെ കഥ കൂടി പറയേണ്ടി വരും. തീവ്രത അളക്കുന്ന മെഷീൻ കയ്യിലുള്ള അവരോട് അന്ന് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്റെ മരുമകളാണ് എനിക്ക് ചോറ് വെച്ച് തരുന്നത് എന്ന ന്യായവും നിരത്തിയാണ് സഖാക്കൾ സൗകര്യപൂർവ്വം അംനേഷ്യ അഭിനയിച്ചാലും മലയാളികൾ മറക്കില്ല. അടുത്തതായി 8-മത്തേത്, അന്നത്തെ മന്ത്രി PK ജയലക്ഷ്മിയുടെ ഫോട്ടോ വെച്ച് മകളെ തിരിച്ചു വരല്ലേ എന്ന് കരയുന്നത് ആദിവാസി ഫണ്ട് തട്ടിപ്പ് എന്ന് പറഞ്ഞാണ്. പ്രളയ ഫണ്ട് തട്ടിപ്പ്, ആഗോള അയ്യപ്പ സംഗമ തട്ടിപ്പ് എന്ന് വേണ്ട സ്വന്തം രക്തസാക്ഷികൾക്കായി പിരിച്ച ഫണ്ടിൽ നിന്ന് വരെ തട്ടിപ്പ് നടത്തിയ സഖാക്കളുടെ ഈ കരച്ചിൽ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? തൊലിക്കട്ടി ഇത്രയുണ്ടെന്ന് കരുതിയില്ല. സംഭവം ഇനി അതൊന്നും നടക്കാൻ പോകുന്നില്ല സഖാക്കളെ. ഇത്തരം നുണക്കഥകളും കള്ളക്കരച്ചിലുമായാണ് ഇനിയും വരുന്നതെങ്കിൽ ജനം നിങ്ങളെ പുറങ്കാൽ കൊണ്ട് തൊഴിച്ച് പുറത്തെറിയും. അങ്ങ് മാറിയിരുന്ന് നന്നായി കരഞ്ഞോളും. വേറെ ഒരു വഴിയുമില്ല.
അടുത്ത 9ാമത്തെ KM ഷാജിയുടെ പടം വെച്ചാണ് അടുത്ത വെറൈറ്റി കരച്ചിൽ. ഇത് നമ്മുടെ കിണർഗോലുവിന്റെ സ്വന്തം കരച്ചിലാണ്. കാരണം അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കിണറ്റിലിറങ്ങി പഠിച്ച പണി 18 പയറ്റിയിട്ടും ഷാജി കിണർഗോലുവിനെ കണ്ടം വഴി ഓടിക്കുകയായിരുന്നു ചെയ്തത്. താൻ മാധ്യമ പ്രവർത്തനം നിർത്തി എന്നും പറഞ്ഞ് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയ കിണർഗോലു അവസാനം നാണം കെട്ട് തലയിൽ മുണ്ടിട്ട് ചാനൽ ഫ്ലോറിൽ വന്ന് വീണ്ടും വാർത്ത വായന തുടങ്ങിയതും നമ്മൾ മറന്നിട്ടില്ല. ആ കുശുമ്പും അസൂയയും ഇപ്പോഴും അദ്ദേഹത്തിന് മാറിയിട്ടില്ല എന്നതാണ് ഈ മോങ്ങൽ കാണുമ്പോൾ തെളിയുന്നത്. അതോടൊപ്പം സ്വന്തം സഹപ്രവർത്തക മത്സരിച്ച് വിജയിക്കുകയും പിന്നീട് മന്ത്രിയാവുകയും ചെയ്തതോടെ അസൂയ മൂത്ത് ഭ്രാന്തായി പോയെന്നാണ് ഈ ഇരുണ്ട കാല കരച്ചിൽ കാണുമ്പോൾ തോന്നുന്നത്. അടുത്ത 10ാമത്തേത് നോക്കാം. തിരിച്ചു വരല്ലേ എന്ന് പറഞ്ഞ് കരയുന്നത് പവർ കട്ടും ലോഡ് ഷെഡിങ്ങും സൂചിപ്പിച്ചാണ്. ഇത് സഖാക്കൾ നിരന്തരം എടുത്തു വീശുന്ന ഒരു സാധനമാണ്. UDF കാലത്ത് പവർ കട്ടായിരുന്നു, ഞങ്ങളുടെ മണിയാശാൻ നാട്ടുഭാഷ പറഞ്ഞ് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചാണ് കേരളത്തിന്റെ പവർ കട്ട് ഇല്ലാതാക്കിയത് എന്ന്. എന്താണ് വാസ്തവം? കേരളത്തിൽ ഓരോ വർഷവും എന്ന് വേണ്ട ഓരോ നിമിഷവും വൈദ്യുത ഉപഭോഗം കൂടി വരികയാണ്. കേരളത്തിലാണെങ്കിൽ സർക്കാരോ KSEBയോ പുതിയതായി 1 കിലോവാട്ട് വൈദ്യുതി പോലും ഉൽപ്പാദിപ്പിക്കുന്നുമില്ല. ആകെയുള്ള ഉൽപാദനം എന്ന് പറയാവുന്നത് ആളുകൾ വീടിന് മുകളിൽ സ്ഥാപിക്കുന്ന സോളാർ പാനലുകൾ മാത്രമാണ്. അതിന് സർക്കാരിന് വലിയ റോളൊന്നുമില്ല. എന്നിട്ടും എങ്ങനെയാണ് പവർ കട്ട് ഇല്ലാതായത്? അത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഉൽപാദനം കൂടിയത് കൊണ്ട് അവിടെ നിന്നും വാങ്ങാൻ പറ്റിയത് കൊണ്ടാണ്. ഉദാഹരണത്തിന് സഖാക്കൾ തന്നെ എതിർത്ത് സമരം ചെയ്ത കൂടംകുളം ആണവ വൈദ്യുതി നിലയം, അവിടെ നിന്നെല്ലാം വൈദ്യുതി ലഭിക്കുന്നത് കൊണ്ടാണ് പവർ കട്ട് ഒഴിവായത്. അദാനിയും മറ്റ് സ്വകാര്യ ഉൽപാദകരും കേരളത്തിന് വൈദ്യുതി വിൽക്കുന്നുണ്ട്. UDF കാലത്ത് കേന്ദ്ര സർക്കാർ ഗ്രിഡ് പ്രവർത്തനക്ഷമമാക്കിയിരുന്നില്ല. പിന്നീട് മോദി സർക്കാർ വന്നതിന് ശേഷം ഗ്രിഡ് പ്രവർത്തനക്ഷമമാക്കിയപ്പോൾ എവിടെ നിന്നും വൈദ്യുതി വാങ്ങാമെന്ന നിലയിലായി. അല്ലാതെ കേരള സർക്കാരോ KSEBയോ യാതൊന്നും വൈദ്യുതി ഉൽപാദനത്തിനായി ചെയ്തിട്ടില്ല. പണ്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ലാവ്ലിൻ എന്ന പേരിൽ കാരണഭൂതന്റെ തലയ്ക്ക് മുകളിൽ ഇപ്പോഴും തൂങ്ങി നിൽക്കുന്നത്. അല്ലെങ്കിലും എന്ത് ചെയ്താലും അഴിമതി എന്നത് നമുക്ക് ഒഴിവാക്കാനാവില്ലല്ലോ. ഇനിയും ഓരോ കാർഡും എടുത്ത് പറയാം, പക്ഷേ സമയം വെറുതെ കളയാമെന്നല്ലാതെ ഒരു ഗുണവും ഉണ്ടാവില്ല. അതുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. അപ്പോൾ ഇരുണ്ട കാലത്തെ നമുക്ക് ചുരുക്കി ഇങ്ങനെ പറയാം: ജനങ്ങൾക്ക് മുന്നിൽ വികസന ഗാഥ എന്ന പേരിൽ നടത്തിയ പ്രചരണം വിലപ്പോവാതായപ്പോൾ കഴിഞ്ഞ 10 കൊല്ലം കട്ടുമുടിച്ചതുപോലെ ഇനി കിട്ടിയില്ലെങ്കിലോ എന്ന് ഓർത്തപ്പോൾ ഉണ്ടായ വേവലാതിയിൽ സഖാക്കൾ ഇരുന്ന് പരസ്യമായി മോങ്ങുന്ന ചിത്രമാണ് ഇരുണ്ടകാലം.com. ഒട്ടും കൂടുതലുമില്ല, കുറവുമില്ല. ഇനി ഇതും ഫലിക്കാതാവുമ്പോൾ അടുത്ത നമ്പർ വ്യക്തി അധിക്ഷേപവും വരാനിരിക്കുന്നതേ ഉള്ളൂ. നമ്മളിത് എത്ര കണ്ടിരിക്കുന്നു.